നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം ഡിജിറ്റൽ വത്കരണത്തിന്റെ പാതയിലേക്ക് ചുവടുവെക്കുകയാണ്. കൂടുതൽ സർക്കാർ സേവനങ്ങൾ ഡിജിറ്റൽ വത്കരിക്കാനും ലഭ്യമായ എല്ലാ ഡിജിറ്റൽ സേവനങ്ങളും ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാനും ഉദ്ദേശിച്ച സർവീസസ് 360 പദ്ധതിയുമായി ദുബായ് രംഗത്തെത്തിയിരുന്നു. ഇതുവഴി സർക്കാർ സേവനങ്ങൾ എളുപ്പമാക്കുക മാത്രമല്ല, സമയം ലാഭിക്കാനും സാധിക്കുന്നു. ഈ സംവിധാനം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഉപകാരപ്രദമാണ്. പറഞ്ഞു വരുന്നത് UAE-യിലെ പുതിയ നിയമത്തെ പറ്റിയാണ്. ഡിജിറ്റൽ വത്കരണത്തിനായി UAE ഒരു പടി കൂടി മുന്നോട്ട് പോയിരിക്കുകയാണ്. ദുബായിലെ പൊതു സ്വകാര്യ സേവനങ്ങൾ കൂടി നിലവിൽ ഡിജിറ്റൽ വത്കരിക്കാൻ പുതിയ നിയമം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പുതിയ നിയമപ്രകാരം ദുബായിലെ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ മുതൽ സ്വകാര്യ സ്ഥാപനങ്ങൾ വരെ ഉപഭോക്താക്കൾക്ക് ഡിജിറ്റൽ സേവനം ലഭ്യമാകും. ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഡിജിറ്റൽ പരിവർത്തനത്തിന് വേഗം കൂട്ടുകയെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇതെന്ന മീഡിയ ഓഫീസും വ്യക്തമാക്കി. ദുബായ് കോടതിയും പബ്ലിക് പ്രോസിക്യൂഷനും ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളും സർക്കാർ ഇതര സ്ഥാപനങ്ങളും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. നിയമം അനുസരിച്ച് നൽകുന്ന ഡിജിറ്റൽ സേവനങ്ങൾ ഉപഭോക്തൃ സൗഹൃദമായിരിക്കണമെന്നും വ്യക്തമാക്കി. കാഴ്ച പരിമിതിയുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും കൂടുതൽ ഫീസ് നൽകാതെ തന്നെ ഈ സേവനങ്ങൾ ലഭ്യമാക്കണമെന്ന നിയമത്തിൽ പറയുന്നു. ഡിജിറ്റൽ സേവനങ്ങൾ അറബി, ഇംഗ്ലീഷ് ഭാഷകളിൽ ലഭ്യമാക്കണമെന്ന് അനുശാസിക്കുന്നുണ്ട്. നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായി സ്ഥാപനങ്ങൾ തങ്ങളുടെ ഡിജിറ്റൽ സേവനം സർക്കാർ സ്ഥാപനത്തിനോ സ്വകാര്യ സ്ഥാപനത്തിനോ പുറം ജോലി കരാർ നൽകാമെന്നും നിയമം വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ദുബായ് ഡിജിറ്റൽ അതോറിറ്റി മുന്നോട്ട് വയ്ക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് സ്ഥാപനങ്ങൾ ഡിജിറ്റൽ സേവനം നൽകേണ്ടത്. ബില്ലുകളും വാടക കരാറുകളും അടയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഓഫീസുകളിൽ നേരിട്ടെത്താതെ തന്നെ നിറവേറ്റുന്നതിന് ഡിജിറ്റൽ സേവന സംവിധാനങ്ങൾ ഇതിനകം തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതേസമയം ജനങ്ങൾക്ക് മികച്ച സേവനങ്ങൾ ലഭ്യമാക്കുന്നതോടൊപ്പം സേവനങ്ങൾ തേടി സർക്കാർ ഓഫീസുകൾ സന്ദർശിക്കേണ്ടി വരുന്നവരുടെ എണ്ണം പരമാവധി കുറയ്ക്കുകയെന്ന ലക്ഷ്യം ഉദ്ദേശിച്ചാണ് സർവീസസ് 360 പദ്ധതി UAE കൊണ്ടുവന്നത്. ഇതിന് പിന്നാലെയാണ് പൊതു സ്വകാര്യ സേവനങ്ങൾ കൂടി നിലവിൽ ഡിജിറ്റൽ വത്കരിക്കാൻ പുതിയ നിയമം UAE പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും സർക്കാർ സേവനങ്ങൾക്ക് പിന്നാലെ പൊതു സ്വകാര്യ സേവനങ്ങൾ കൂടി ഡിജിറ്റലാക്കാനുള്ള നടപടികളിലേക്ക് ഒരുങ്ങുകയാണ് UAE. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.